ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിലേക്ക് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മളെ കഥനായകി +2 പഠിക്കുന്നതാണ് നമ്മളെ ഹീറോയി ഓർക്കായിരുന്നു. എന്താ ചെയ്യുക, ഇങ്ങനെ വാക്കുകൾ വെച്ച് അവിടെ അതെ സ്കൂളിലവിടെ സ്റ്റേജ് അവിടെ മുകളിൽ എന്ത് ഹീറോയി ഓർക്കാൻ സ്കൂൾ പറഞ്ഞ ഹീറോയിൻ്റെതാണ്. ഹീറോയി ഷോർട്ട് ഡ്രസ്സ്, അതെ നിഫാമാണ്. ഹീറോയി പാൻറ്റ് ഇടും, അത് മാത്രമല്ല ഒരു കുട്ടിയ ഷോർട്ട് ഉണ്ട്, അതിട്ടിട്ട് അവിടെ വീട്ടിരുന്ന് ഓർക്കായിരുന്നു. ഛേ, സ്കൂളിൽ വന്നിട്ട് ഒരു കഷ്ടം എന്നെ ഹീറോയും മനസ്സിലുണ്ട് പറയായിരുന്നു. എന്ത് ചെയ്യാ, ഈ അമ്മയൊക്കെ അച്ഛനൊക്കെ ഒരു പ്ലാന്താ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഹീറോയി വഴക്ക് അച്ഛനും അമ്മയ്ക്ക് പറയാം. അതേ കുറേ സ്കൂളായിരുന്നു, അവിടെ +2 പഠിക്കായിരുന്നു ഹീറോയി പറയായിരുന്നു. ഈ അമ്മമ്മയ്ക്ക് വേറെ പണിയില്ല, ഇവിടെ അങ്കിളുടെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് പോയതാ. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് മിയ വന്നിരുന്നു. മച്ചി എന്താ ഇവിടെ നിന്ന് ഓർക്കുക, എന്താ മച്ചി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ എന്നെ എത്രാം ക്ലാസ്സിൽ കൊണ്ട് വന്ന് എടുത്തതാ? 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് എൻ്റെ മമ്മി ബിസിനസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. എൻ്റെ ഡാഡിയാ എന്നെ നോക്കുന്നത്. എന്തടി പ്രശ്നമുള്ളത്? ഇല്ല മച്ചി, എനിക്ക് ഇന്ത്യക്ക് പോകണം ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ പറയായിരുന്നു. ഇത് കേട്ട ഹീറോയുടെ ഫ്രണ്ട് മിയ പറയായിരുന്നു. പോയിക്കോളാ. അതെ, മിയൻ്റെ മമ്മി പറഞ്ഞ ഒരു ഇന്ത്യൻ ഗേളാണ്, ഡാഡി കൊറിയൻ. അതുകൊണ്ട് മിയക്കും ഹീറോയുടെ മമ്മിയും മിയൻ്റെ മമ്മി ഫ്രണ്ട്സ്. അതുമാത്രമല്ല ലവ് മാരേജാണ് ഹീറോയിൻ ഇന്ത്യൻ ഗേളാണ് ഫുൾ. അതുമാത്രമല്ല ഹീറോയിൻ്റെ ഡാഡിൻ്റെ അനീത്തിയാണ് മിയൻ്റെ മമ്മി. അതുകൊണ്ട് അതെ ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ട്, അത് ഇന്ത്യയിലാണ് ഉള്ളത്, അവിടെ പഠിക്കുന്നതാണ്. ഇവള് മാത്രമേ ഇവിടെ പഠിക്കുള്ളൂ. രണ്ടുപേരും വിട്ട ഒരു തല്ലാക്കു പറഞ്ഞിട്ടാണ് അവിടെ ദൂരെ ഉണ്ടാക്കിയത്. പിന്നെ മിയ പറയായിരുന്നു. മിയൻ്റെ ഫ്രണ്ട് പിന്നെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു, പേര് റോസ് വന്നായിരുന്നു. മച്ചി എന്താ ഓർക്ക, പോടി ഒന്നും പറയണ്ട, എനിക്ക് ഒരുപാട് ടെൻഷനാവും എന്ന് റോസിനോട് പറയാം. റോസ് കൺഫ്യൂസ് ആയിരുന്നു. എന്ത് മച്ചി പറയാം, ഇപ്പം +2 പഠിക്കാം, നെക്സ്റ്റ് നമുക്ക് കോളേജിലേക്ക് പോകണ്ടേ എന്ന് പറയണം, അതൊരു ടെൻഷൻ. റോസ് പറയായിരുന്നു. മച്ചി ലൈവ് വരുന്നടി എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ലൈവ് വരാണോ? അതെ മച്ചി, ലാസ്റ്റ് കോളേജിൽ പോകുന്ന, ലാസ്റ്റ് നമ്മൾ +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ കയ്യിൽ ഒരു ഗിറ്റാർ എപ്പോഴും ഉണ്ടാവും. എന്താ കോളേജിക്കാ? അതേ മച്ചി, ഞാൻ കോളേജ് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഹീറോയി മുറയ്ക്കായിരുന്നു. അവർ രണ്ടുപേരും നോക്കുക. എന്തടി പ്രശ്നമോ? എടി ഞാനിവിടെ കോളേജ് പഠിച്ച, അപ്പം ഞാൻ ഇന്ത്യക്ക് എന്താ ഇന്ത്യക്കാ? എടി പറയണേക്ക്, ഇന്ത്യയിൽ പോയാൽ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യും? അതും ശരിയാ, ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. ശരി നമുക്ക് പോവാം. ജങ്കുക്ക് ലൈവ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയണം. ഇത് കേട്ട് ഹീറോയ്ക്ക് എന്ത് ലൈവ് കൊടുത്തിട്ടുണ്ടോ? മച്ചി പറഞ്ഞേക്കടി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. ജങ്കുക്കല്ലടി മാരേജ് ആയ, നീ എന്തിനാ ജങ്കുക്കിനെ ഓർക്കുക? അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയായിരുന്നു. ഇവളെപ്പോഴും ശരിയാവും എന്ന് ഹീറോയുടെ ഫ്രണ്ട്സ് തളെ കഴിച്ചായിരുന്നു. ജങ്കുക്ക് ലൈവ് വരാണ്. ജങ്കുക്ക് സംസാരിക്കുമായിരുന്നു. ഹീറോയി ജൊള്ളി വിട്ട് സൈറ്റ് അടിക്കുമായിരുന്നു ജങ്കുക്കിനെ. ഹീറോയി വെച്ചിക്കണ്ടെടുക്കാതെ നോക്കുമായിരുന്നു. പിന്നെ ജങ്കുക്കിൻ്റെ ബേബി വന്നായിരുന്നു. ഡാഡാന്ന് ഓടി വന്നായിരുന്നു. ജങ്കുക്ക് ബേബിനെ എടുത്ത് കാട്ടി സംസാരിക്കായിരുന്നു. എല്ലാവരും ഫാൻസ് ഗേൾസ് എല്ലാം ഹായ് ജങ്കുക്ക് ബേബി ക്യൂട്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. ആരെ റസ്കൾ ഇങ്ങനെ പറയുന്നതെന്ന് ഹീറോയി ടെൻഷനായി. ഹീറോയി ഫ്രണ്ട്സ് സമാധാനമാക്കി. മച്ചി പറഞ്ഞേക്ക്, നെക്സ്റ്റ് നിനക്ക് കോളേജ് പഠിച്ച് കഴിഞ്ഞ ശേഷം നിനക്ക് മാരേജ് ചേച്ചായി എൻ്റെ മമ്മി. എന്ത് ആദ്യമായിട്ട് എൻ്റെ മമ്മി പറയുന്നത് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്ത് മാരേജാ, അത് നടക്കാൻ പാടില്ല എന്ന് ഹീറോയി പറയായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് സെൻസർ ലൈവ് കട്ടായിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് കോളേജ് ജോയിൻ ചെയ്തായിരുന്നു. മച്ചി കോളേജ് സ്റ്റാർട്ടായി. അങ്ങനെ കോളേജ് ഫസ്റ്റ് ഇയർ കോളേജിൽ ജോയിൻ ആയിരുന്നു. ഹീറോയ്ക്ക് കോളേജ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ടെൻഷനായാണ് കോളേജിലേക്ക് വന്നായിരുന്നു. അത് ജങ്കുക്കിൻ്റെ കോളേജായിരുന്നു. ഹീറോയ്ക്കും അറിയില്ലായിരുന്നു ആ ജങ്കുക്കിൻ്റെ കോളേജ് എടുത്ത്. അത് സീക്രട്ടായിട്ട് ഉണ്ടായിരുന്നു ജങ്കുക്കിൻ്റെ കോളേജിൽ നിന്ന്. അവിടെ വന്നവർക്ക് മാത്രമേ, കുറച്ച് പേർക്ക് റൂമർ മാറി ജങ്കുക്കിൻ്റെ കോളേജ് എന്നറിയും. ആർക്കും അറിയില്ല അത് റൂമർ എന്ന് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ ജങ്കുക്കിൻ്റെ കോളേജായിരുന്നു. അതെ, കുറച്ച് ടൂര് പറഞ്ഞ് സ്കൂളുണ്ട്. അതെ ഹീറോയി കോളേജിൽ വന്നായിരുന്നു. കുറച്ച് റാഗിങ്ങെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ മൊച്ചയുടെ പറഞ്ഞിട്ട് റാഗിങ്ങെല്ലാം. പിന്നെ ഒരു ഗേൾ വന്നായിരുന്നു. അത് ഹീറോയിൻ നോക്കി ഷോക്കായിരുന്നു. അതൊരു ക്യൂട്ട് ഗേളായിരുന്നു. ഹായ് എന്ന് പറയടേ. എന്താ കോളേജ് ഫസ്റ്റ് ഇയർ ആണോ? അതെ ഫസ്റ്റ് ഇയറോ? നീ ഇന്ത്യൻ ഗേളല്ലേ? അതെ ഇന്ത്യൻ ഗേളാണ്. പേരെന്താ? എൻ്റെ പേര് അനു. നിൻ്റെ പേരെന്താ?
കീർത്തി. ശരി, ഓക്കെ, ഞാൻ ഇന്ത്യൻ കോളാ. ഇത് ഇവിടെ അവർ ഷോക്കായിരുന്നു. ഇന്ത്യൻ കോളാ? അതെ, ഞാൻ വന്ന് കുറച്ച് എന്ന് പറഞ്ഞത്. ഓ, അങ്ങനെയാണ്. എവിടെ സ്ഥലം എന്ന് ചോദിച്ചു പറഞ്ഞ് അവർ രണ്ടുപേരും പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആ, അവിടെയുള്ളതാ? ഹീറോയ്ക്ക് ഷോക്കായി. എൻ്റെ ഗ്രാൻഡിൻ്റെ വീട്ടിനടുത്തല്ലോ ഇവർ വീട് എന്ന് ഹീറോയ്ക്ക് എടുക്കെടുക്ക പോയിട്ട് വരുമായിരുന്നു ഹീറോയി. ശരി, ഓക്കെ എന്നാൽ ഹീറോയി ഫ്രണ്ട്സ് കൂട്ടായിരുന്നു. ഇങ്ങനെ ക്ലാസ്സിനകത്ത് പോയായിരുന്നു. അങ്ങനെ അവർ ഇരുന്ന് സംസാരിക്കാനും വെഞ്ചിയോട് ആൾ വന്ന് ഫസ്റ്റ് ആയിരുന്നു അവർ വന്നാൽ അങ്ങനെ വെഞ്ച് സെലക്ട് ആക്കിയായിരുന്നു. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറിയായിരുന്നു. അങ്ങനെയായിട്ട് ടേസ്റ്റ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ശരി, നമുക്കെല്ലാവർക്കും ഇന്ത്യൻ പോവാം എന്ന് പറയുന്നു. അത് കേട്ട് അതെ അതെ, ഞാൻ വീട്ടിലേക്ക് പോവാം, ഗ്രാൻഡിൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ ആയിരുന്നു. എപ്പോൾ പോവാം? ടിക്കറ്റ് ബുക്ക് ചെയ്തത് അവർ പറഞ്ഞു. ഹീറോയി പറഞ്ഞു, മമ്മി ടിക്കറ്റ് ഞാൻ ഫ്രണ്ട്സും ഉണ്ട് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഫ്രണ്ട്സും ഉറക്കായിരുന്നു. മിയ നീ വാടി, റോസ് നീ വാ എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പോയിരുന്നു. അതെ, എല്ലാവരും ഇന്ത്യക്ക് പോയി. അങ്ങനെ അവർ ഗ്രാമത്തേക്ക് എത്തി വീട്ടിലേക്ക്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനെ യൂട്യൂബ്, അതെ, നമ്മളെ ഹീറോയി ഒരു യൂട്യൂബ് ചാനൽ വെച്ച് റൺ ചെയ്യാണ്. ഒരു ദിവസം ഹീറോയി പറയാൻ, മച്ചി നമ്മൾ ഇന്ന് ഇന്ത്യയിൽ പ്ലേസ് സൂപ്പറായിട്ടുണ്ടല്ലോടി. അതെ അതെ, ഇതാണ് ഇന്ത്യയിൽ. ശരി, ഓക്കെ. പിന്നെ അതേടി, നമ്മളെല്ലാവരും ഒരു പിങ്ക് കളർ സാരി എടുത്തായിരുന്നു. നന്നിട്ടുണ്ട്, എനിക്ക് സാരി ഇഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ പാട്ട് ഡാൻസ് കളിക്കായിരുന്നു. ഹീറോയി പാട്ട് ഡാൻസ് കളിക്കായിരുന്നു. അതായത് ഇങ്ങനെ വീഡിയോ ഇന്ത്യയിൽ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് പാട്ട് റിലീസ് ചെയ്തായിരുന്നു. അതെ, പാട്ട് റിലീസ് ചെയ്ത് ഭയങ്കര എല്ലാം ഫേമസ് ഇങ്ങനെ കൂടി പോയി. മിയാക്കും റോസ്ക്കും ഷോക്കായിരുന്നു. മച്ചേ, ഇന്ത്യ ഡ്രസ്സിൽ ഫേമസ് ആയതുകൊണ്ട് പോവാ. എന്താ നോക്ക്, നിനക്ക് എത്ര ഫോളോവേഴ്സ് വന്നു. അതിൽ ഒരാൾ നോക്കി സ്മൈൽ ചെയ്തായിരുന്നു. ക്യൂട്ടായി സ്മൈൽ ചെയ്ത് വീഡിയോ നോക്കായിരുന്നു. അത് ലൈക്ക് കുച്ചി കൊടുക്കായിരുന്നു. ക്യൂട്ടായിട്ടെന്ന് പറയായിരുന്നു. ആരടി ഇത്, നിനക്ക് ലൈക്ക് ചെയ്യാം, എപ്പോഴും നിനക്ക് ലൈക്ക് ചെയ്യാം, അറിയില്ലടി എന്ന് പറയായിരുന്നു. അതെ, അത് ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്ത് വീഡിയോ നോക്കായിരുന്നു. അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അങ്ങനെയായിട്ട് ജോലായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ അമ്മ പറയുന്നത്, വാടി പ്രിയ കുട്ടി, എവിടെയൊക്കെ പോയാ? ഇല്ലമ്മ, ഞാൻ വന്നു.